ഈ പേവിഷബാധയുടെ ഇഞ്ചക്ഷൻ എല്ലാ ഹോസ്പിറ്റലിലും കാണൂ? ദേ 4 ഇഞ്ചക്ഷൻ എടുക്കണമെന്നാ പറയുന്നേ. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ആഹാ, അത് കൊള്ളാലോ. കടി കൊണ്ട് തനിക്കും ദേഷ്യം വരുന്നത് തനിക്കും. അരിയും തിന്ന് ആരോഗ്യമോ കടിച്ചിട്ട് പട്ടിക്ക് എന്നെ മുറിവുറപ്പെന്ന് പറയുന്ന പോലെ ആയല്ലോ. ഇതിനൊക്കെ എത്ര നാളിങ്ങനെ സഹിക്കേണ്ടി വരുമോ എന്തോ. ഓ, കെട്ടുന്നവന്റെ കഷ്ടകാലായിരിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാണല്ലോ ഇങ്ങോട്ട് വന്നത്. വീണ്ടും ഇങ്ങനെ കടി കിട്ടുന്ന കാര്യമാണെങ്കിൽ ചോദിക്കാതിരിക്കുന്നേ നല്ലത്. ഇത് കടി കിട്ടുന്ന കേസൊന്നും അല്ല. പിന്നെ ഐശ്വര്യടുത്തായിട്ട് എന്തായിരുന്നു സംസാരം? നിങ്ങൾ തമ്മിലുള്ള സംസാരം കേട്ടാ ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെ തോന്നി. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. ഐ മീൻ, ഇവിടെ ഇതിനു മുമ്പ്, ഇവിടെ വരുന്നതിന് മുമ്പ് ഏതെങ്കിലും വിധത്തിൽ ഒരു പരിചയമില്ല? ഇല്ല. അത് വെറുതെ അല്ല, സത്യം. ചന്ദ്രമ്മ വിളിച്ചെന്ന് തോന്നുന്നു. എവിടെ? ഞാൻ കേട്ടു. ഞാൻ കേട്ടില്ല. വിളിച്ചു. അടുക്കളയിലെ ഒരുപാട് പണിയുണ്ട്, ഞാൻ പോട്ടെ. ചിന്നു, എന്താ? ഇയാൾ എന്തിനാ ഇവിടെ വന്നേ? ചെടികളൊക്കെ നനയ്ക്കാൻ. അതിനിടയിൽ മൊബൈലിൽ റീൽസ് ഒന്ന് നോക്കി. എടോ, ഇയാളോട് ചോദിച്ചതല്ല. താനും തന്റെ അമ്മയും കൂടി ഈ നാട്ടിലേക്ക് വന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. ചേച്ചിയെ കാണാൻ. എന്നിട്ടെന്താ ഇപ്പൊ ആ ചേച്ചിയെ കാണണ്ടേ? കാണണം. എന്നിട്ടാ ചേച്ചി ഇപ്പൊ എവിടെയുണ്ട്? അത് പിന്നെ അറിയില്ലെങ്കിൽ തന്റെ ചേച്ചി എവിടെ ഉണ്ടെങ്കിലും ഈ അഡ്വക്കേറ്റ് ഡ്രൈവർ മഹി കണ്ടുപിടിച്ചു തരും. എന്റെ കൺമുമ്പിൽ നിൽക്കുന്ന ചിന്നുവാണ് സത്യം. അല്ല, ചേച്ചിയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഇല്ല. മൊബൈൽ കാണുമല്ലോ, നോക്കട്ടെ. ആരും വന്നു തോന്നുന്നു. ചിന്നു, നിക്ക്. ചിന്നു, ഒരു കൊറിയർ ഉണ്ട്. ആരായി ജയരാമൻ? അച്ഛൻ സാറ്, ഇവിടുത്തെ ജയരാമൻ സാറ്. ഇവിടുത്തെ സാറാ? ഇങ്ങ് തന്നാ മതി. ഒരു ഒപ്പിടണമായിരുന്നു. എന്റെ കൈക്ക് നല്ല വേദന. എന്തു പറ്റിയതാ സാർ? ഒരു വടയക്ഷി കടിച്ചതാ. സാറേ, ഈ വടയക്ഷിയായിട്ടുള്ള കൂട്ടത്ര നല്ലതിനല്ല. അല്ലെങ്കിലേ കൊറിയറുകാരന് ബുദ്ധിയുണ്ട്. ഒപ്പിട്ടോ മാഡം? ഓക്കെ, ശരി മാഡം. കൈക്ക് നല്ല വേദന. ഇനി കുറച്ചു നാളത്തേക്ക് നാരങ്ങയൊന്നും കഴിക്കണ്ട. പേ എങ്ങാനും വന്നാലോ? ഇങ്ങനെയാണ് പോക്കെങ്കിൽ എനിക്ക് മിക്കവാറും പേ ഇളവും.